അതേടോ, ആ ഡോക്ടർ പറഞ്ഞ നേരാ. ജയകൃഷ്ണൻ ഒരു ഭ്രാന്തുമില്ല, ഒക്കെ വെറും ആക്ടിംഗ്. എന്തിനാ അവൻ ഞങ്ങളെയൊക്കെ മുമ്പിൽ ഭ്രാന്തഭിനയിക്കുന്നത്? തനിക്ക് അവനെ അറിയാഞ്ഞിട്ടാ. അവനെ ആന്ത്രാക്സിനേക്കാൾ അപകടകാരിയാ. ഞങ്ങളിപ്പോ ജയകൃഷ്ണനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ വിവരം സാറിനോടൊന്ന് പറഞ്ഞേക്കാമെന്ന് കരുതി വന്നതാ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവത്തില്ല. മനസ്സിലാക്കി തരാം, സകലതും നല്ലവണ്ണം മനസ്സിലാക്കി തരാം. ആദ്യം അവനെ വിളിക്ക്, എന്റെ അനിയനെ. പറഞ്ഞത് കേട്ടില്ലേടാ അരിപ്പേ? പോയി വിളിച്ചോട്ട് വേടാ, പോടാ. ഹരിനാരായണ, ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞു. സത്യമാണോ എന്ന് അറിയാൻ വന്നതാ. അതെ, സത്യം തന്നെ. ഞാൻ വിവാഹം കഴിച്ചു. മോനെ ഹരി, നിന്റെ ഭാര്യയെ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തുകൂടെ? രാധികെ, ഒന്നിങ്ങ് വരും. എന്താ? പ്ലീസ്, ഒന്നിങ്ങ് വരണം. കാര്യം നമ്മുടെ എതിർഭാഗമാണെങ്കിലും എന്റെ ചേട്ടനായി പോയില്ലേ. ഇതാണ് എന്റെ ഭാര്യ, അഡ്വക്കേറ്റ് രാധിക ഹരിനാരായണൻ. ചേട്ടന്റെ കാലുകൊണ്ട് അനുഗ്രഹം വാങ്ങിച്ചേക്ക്. അനുഗ്രഹം മേടിക്കുമ്പോളെ നിർത്ത്. അട്ടഹസിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? സന്തോഷം കൊണ്ട് ചിരിച്ചു പോയതാ. നിനക്ക് ഭാര്യയായിട്ട് രാധികയും അമ്മായിയപ്പനായിട്ട് ഈ മേനോസാറിനെയും കിട്ടിയതിന്റെ സന്തോഷം കൊണ്ട് ചിരിച്ചു പോയതാ. മോള് വേണം ഈ കാലിലോട്ട് വീണോ? ഇത് വാമനന്റെ കാല് പോലത്തെ കാല. അനുഗ്രഹം കൊടുത്തതാ. മതി കണ്ടതും പരിചയപ്പെട്ടതൊക്കെ. പൊയ്ക്കോ. മേലാലെന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ ചെയ്യരുത്. മനോരോഗിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ജയകൃഷ്ണൻ ഹരിനാരായണനെ പുറത്തിറക്കിയതും കൂടെ താമസിപ്പിച്ചതും. അവന്റെ മനസ്സിലൊരു കല്യാണ പന്തലൊരുക്കിയതും നീ അവന്റെ ഭാര്യയാണെന്ന് അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതും നിന്റെ ഭർത്താവ് ജയകൃഷ്ണൻ തന്നെയാ. എന്നെ എന്റെ അനിയനെയും ചതിച്ചു കുറെ മുതലുണ്ടാക്കി അങ്ങ് കൊടുകുത്തി വാഴാമെന്ന അവന്റെ വിചാരമെങ്കിലേ താൻ അവനോട് ചെന്ന് പറഞ്ഞേരേ. അവന്റെ അവസാനം കണ്ടിട്ടേ ഞാൻ അടങ്ങുന്നത്. എന്താ പറഞ്ഞത്? രാധിക, രാധികന്റെ ഭാര്യയല്ലെന്നോ പറയണോ? അതേടാ, ഇവള് ജയകൃഷ്ണന്റെ ഭാര്യ തന്നെയാ. നിനക്ക് സംശയമുണ്ടെങ്കിൽ ഇവരോട് ഒന്ന് ചോദിക്കേ. മോനെ ഹരിനാരായണ, എനിക്ക് നിന്റെ പേടിയാ. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാത്തത്. ആ ജയകൃഷ്ണന്റെ കയ്യിലെ ഒരു പാതയെ പോലെ ഈ വീട്ടിൽ കിടന്ന് പൊട്ടം കളിക്കാതെ നിനക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പൊയ്ക്കൂടേടാ പോലെ. രാധികേ, ദേ സമ്മതിച്ചു. എനിക്ക് പ്രാന്ത എന്ന് വെച്ച് എന്നെ ആശുപത്രി കൊണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചു ദിവസം കഴിഞ്ഞാ എനിക്കെല്ലാം മാറിക്കോളും. അറിയാം. ഹരിനാരായണനെ തിരികെ ഹോസ്പിറ്റലിലാക്കിയ ജയേട്ടന്റെ അസുഖമൊക്കെ മാറുമല്ലേ? എന്തിനു വേണ്ടി നിങ്ങൾ ഇനി ഭ്രാന്ത് അഭിനയിക്കുന്നത്? എല്ലാം നേടിക്കഴിഞ്ഞില്ലേ? ആഗ്രഹിച്ചതുപോലെ ഈ വീട്ടിലെ ഏറ്റവും ബുദ്ധിമാനായ വക്കീലായി. ഇപ്പൊ ഹരിനാരായണന്റെ സ്വത്തുക്കൾക്കൊക്കെ അവകാശമായി. ഇനിയെങ്കിലും ഈ നാടകം അവസാനിപ്പിച്ചൂടെ നിങ്ങൾക്ക്? രാധിക, നീ എന്തൊക്കെയാ പറയുന്നത്? സത്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാനാ ഞാൻ ഇങ്ങനെയൊക്കെ. വേണ്ട, ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട. അയ്യോ അമ്മാവ, ഞാൻ ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരു തരം ചതിച്ചും പറ്റിച്ചും നീ ഉണ്ടാക്കിയ പേരും പണവും കൊണ്ട് ഈ വീട്ടിൽ കഴിയാമെന്ന് വിചാരിച്ചോളാ നീ. ഞാൻ മരിച്ചാൽ എന്റെ ശവം കാണാൻ പോലും ഇനി പഠിക്കാത്ത നീ കാലുകുത്തരുത്. ചേട്ടാ, ആ ഹരിനാരായണൻ അയാളുടെ ചേട്ടന്റെ ഫാക്ടറിക്ക് ബോംബ് വെക്കാൻ പോണു.
ഹരിനാരായണ, എന്താ ഇതൊക്കെ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫാക്ടറി ബോംബ് വെച്ചത്? നിനക്കറിയാമോ, ഇതെന്റെ ഫാക്ടറിയാ. എന്റെ ഇത് തട്ടിയെടുത്തതാ എന്റെ ചേട്ടൻ. എനിക്ക് അവകാശപ്പെട്ടതൊക്കെ, ഞാൻ ഇഷ്ടപ്പെടുന്നതൊക്കെ എന്നെ ഈ തട്ടിയെടുത്തവരോടും എന്നെ ചതിച്ചവരോടും ഞാൻ കണക്ക് തീർക്കാൻ പോവാ. ഹരിനാരായണ, നിന്നെ ആരും ചതിച്ചിട്ടില്ല. ഒക്കെ നിനക്ക് തോന്നുന്നതാ, വെറുതെ തോന്നുന്നതാ. രാധിക എന്റെ ഭാര്യയാണെന്ന് എന്നെ നീ വിശ്വസിപ്പിച്ചില്ലേ? അവളിത് ജീവിക്കാൻ പോകുന്ന നിന്റെ കൂടെയല്ല, ചെയ്യില്ല. ഇഷ്ടപ്പെടുന്നവരെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയുണ്ടല്ലോ, ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന വേദന. ഹരിനാരായണ, അതെന്താണ് നിന്നെ ഞാൻ അനുഭവിപ്പിക്കും ഒരായുഷ്കാലം മുഴുവനും. അയ്യോ പൊന്നമ്മ, ഹരിനാരായണൻ വരുത്തിവെച്ച നഷ്ടങ്ങൾക്കൊക്കെ സമാധാനം പറയേണ്ടി വന്നു. രാധികയുടെ പേരിലുള്ള സ്വത്തുക്കളും അമ്മാവന്റെ സകല സമ്പാദ്യങ്ങളും കോടതി വീട് വിറ്റ പണമൊന്നും അതിന് തികഞ്ഞില്ല. കേസ് നടത്തി. കോടതി വീട്ടിലെ വക്കീലന്മാരെല്ലാരും കൂടി ശ്രമിച്ചിട്ടും കേസ് ജയിക്കാനായില്ല. കേസ് തോറ്റപ്പോ അതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില അത് വളരെ വലുതായിരുന്നു. തൃപ്തിയായില്ലേ നിനക്ക്? എന്റെ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്തപ്പോ തൃപ്തിയായില്ലേ നിനക്ക്? അമ്മാവ, നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ദേ പേരിനോ പണത്തിനോ വേണ്ടിയിട്ടല്ല ഞാനിതൊക്കെ ചെയ്തത്. സത്യം സത്യം, ഒരു ദിവസം രാധികയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാ. അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഒരു പോലീസിനോ കോടതിക്കോ ഞാൻ വിട്ടുകൊടുക്കില്ല. രാധിക, ആരെ കൊന്നിട്ടായാലും ശരി, നിന്നെ രക്ഷിക്കാനുള്ള പണവുമായിട്ട് ഞാൻ വരും. സത്യം സത്യം. അല്ലേ ജയകൃഷ്ണ സാറിന് എങ്ങോട്ട് പോകുന്നു? ജീപ്പിലോട്ട് കയറിയാട്ടെ. ഇൻസ്പെക്ടറുടെ കയ്യിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? നിനക്കുള്ള അറസ്റ്റ് വാറന്റാ. ഇനി ഭർത്താവ് വക്കീലും ഭാര്യ വക്കീലും ആജീവനാന്തം ജയിലിൽ കിടത്തും ഞാൻ. പിന്നെ പുറത്തേക്ക് വരുന്നത് നിന്റെയും അവിടെയും ശവമായിരിക്കും.
അവനെടുത്ത് വണ്ടിയിൽ കയറും. ഈ മത്സരം അവസാനത്തെ കച്ചിത്തുരുമ്പാണ് എനിക്ക്. ഇതിൽ ഞാൻ ജയിച്ച ആ പണം കൊണ്ട് എനിക്ക് രാധികയെ രക്ഷിക്കാനാവും. എനിക്കും രക്ഷപ്പെടാം. തോറ്റുപോയ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ എന്റെ രാധിക ഈ ചോദ്യത്തിന് താങ്കൾ ശരിയുത്തരം നൽകുകയാണെങ്കിൽ 50 ലക്ഷം രൂപ സമ്മാനമായി ലഭിക്കും. ഗുഡ് ലക്ക് ജയകൃഷ്ണൻ. ജയകൃഷ്ണൻ ക്രിക്കറ്റ് കളി കാണാറുണ്ട്? ഇല്ല. ക്രിക്കറ്റിൽ താല്പര്യമേ ഇല്ല? ഇല്ല. ക്രിക്കറ്റിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് അടുത്തത്. ചോദ്യം: ഏത് ഇംഗ്ലീഷ് ക്രിക്കറ്റ് കളിക്കാരനാണ് 2ാം ലോകമഹായുദ്ധത്തിൽ ഒരു മേജറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്? എ. വാലി ഹാമണ്ട്, ബി. ആർതർട്ടൺ, സി. ഹെർബർട്ട് സട്ക്ലിഫി, ഡി. ബ്രാഡ്മാൻ. ലൈഫ് ലൈനിൽ ഫോൺ എ ഫ്രണ്ടും 50-50 ബാക്കിയുണ്ട്. ഏതെങ്കിലും ഒരു സുഹൃത്തിനോട് താങ്കൾക്ക് ഈ ഉത്തരം ഫോണിലൂടെ ചോദിക്കാം. അല്ലെങ്കിൽ 50-50 ഉപയോഗിച്ച് തെറ്റായ 2 ഉത്തരങ്ങൾ ഇതിൽ നിന്നും മായ്ച്ചു കളയാം. യു ക്യാൻ ഡിസൈഡ്. 50-50. കമ്പ്യൂട്ടർ ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടതനുസരിച്ച് 50-50യിലൂടെ 2 തെറ്റുത്തരങ്ങൾ മായ്ച്ചു കളയാം. തെറ്റായ 2 ഉത്തരങ്ങൾ മാഞ്ഞു പോയിരിക്കുക. ഇവരിൽ ആരാണ് 2ാം ലോകമഹായുദ്ധ സമയത്ത് മേജറായി സേവനമനുഷ്ഠിച്ച ക്രിക്കറ്റർ? ശരിയുത്തരമാണെങ്കിൽ 50 ലക്ഷം, പിന്മാറിയാൽ 25 ലക്ഷം, തെറ്റിപ്പോയാൽ വെറും 2 ലക്ഷം. ജയകൃഷ്ണൻ ശരിക്കും ആലോചിച്ചൊരു തീരുമാനമെടുത്താൽ മതി. സി. ഹെർബർട്ട് സട്ക്ലിഫി. സി. ഹെർബർട്ട് സട്ക്ലിഫിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പിന്മാറുന്നില്ല? ഇല്ല. ഉറച്ച തീരുമാനമാണ്? അതെ. കമ്പ്യൂട്ടറോട് പറയാമോ? പറയാം. കമ്പ്യൂട്ടർ ട്രിഗർ സി. ഹെർബർട്ട് സട്ക്ലിഫി. ഈ ഉത്തരം ശരിയാണെന്ന് ജയകൃഷ്ണൻ എത്ര ശതമാനം വിശ്വസിക്കുന്നു? 100%. ക്രിക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്ക് എങ്ങനെ 100% ഉറപ്പിച്ചു പറയാൻ കഴിയും? എനിക്ക് ഉറപ്പാ. ദൈവം എന്നെ കൈവിടില്ല. മിസ്റ്റർ ജയകൃഷ്ണൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. You have won 50 lakhs, Jayakishan. Congratulations.
Well done. ജയകൃഷ്ണന്റെയും രാധികയുടെയും ജീവിതത്തിനും ജയിലിനും ഇടയ്ക്ക് ഒരേ ഒരു ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ ചോദ്യത്തിനും കൂടി ജയകൃഷ്ണൻ ശരിയുത്തരം നൽകുകയാണെങ്കിൽ യു വിൽ വിൻ 1 crore rupees. All the best, ജയകൃഷ്ണൻ. ചോദ്യം: ഇന്ത്യയിലെ ഏത് ചരിത്ര സ്മാരകത്തിനാണ് ഏറ്റവും കൂടുതൽ ഉയരമുള്ളത്? എ ചാർമിനാർ, ബി റെഡ് ഫോർട്ട്, സി താജ്മഹൽ, ഡി കുത്തബ് മിനാർ. കുത്തബ് മിനാർ അല്ലേ സാർ? അതേടാ. ഫോൺ എ ഫ്രണ്ട് ഇപ്പോഴും ഉപയോഗിച്ചിട്ടില്ല. ജയകൃഷ്ണൻ വിശ്വാസമുള്ള ഒരാളിനോട് ഫോണിലൂടെ അഡ്വൈസ് ചോദിക്കാം. എനിക്ക് വിശ്വാസമുള്ള ഒരാളുണ്ട്, അയാളോട് എനിക്ക് ചോദിക്കണം. ഹലോ, ഹലോ, ഇത് കോടിപതി പ്രോഗ്രാമിൽ നിന്നും മുകേഷാണ് സംസാരിക്കുന്നത്. പ്രോഗ്രാം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. ഹലോ, ഹലോ, ഫോണൊന്ന് ഹരിനാരായണന് കൊടുക്കൂ. ഹലോ. ഹരിനാരായണ, എല്ലാം നീ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം. തുടക്കം മുതലേ ഞാൻ പറഞ്ഞത് മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്, എന്റെ ആത്മാവിൽ തൊട്ട സത്യങ്ങളാണ്. നിനക്ക് ഞാൻ ഈ പറയുന്നതൊക്കെ വിശ്വാസമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ശരി ഉത്തരം നീ എനിക്ക് പറഞ്ഞു തരണം. നീ പറയുന്നത് ഏത് ഉത്തരമായാലും അതേ ഞാനിവിടെ സമ്മതിക്കും. നിനക്ക് എപ്പോഴും വിശ്വാസമായിട്ടില്ലെങ്കിൽ എന്റെ രാധിക നീ പുറത്തു വരണ്ട. അവള് ജയിലിൽ തന്നെ കിടന്നോട്ടെ. അവളെ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ നീ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. അതല്ല, നിന്നെ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ച് ഈ ഞാൻ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറ, എന്താണ് ഇതിന് ഉത്തരം? പ്ലീസ്. സി താജ്മഹൽ. ജയകൃഷ്ണൻ എന്ത് തീരുമാനിച്ചു? സി താജ്മഹൽ. അഡ്വൈസർ പറഞ്ഞനുസരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. യെസ്. കമ്പ്യൂട്ടറിനോട് പറഞ്ഞോളൂ സർ. കമ്പ്യൂട്ടർ ട്രിഗർ സി താജ്മഹൽ. ചതിച്ചടാ, ഹരിനാരായണൻ ചതിച്ചു. താൻ അവനെ ചതിച്ചോ? I said stop it. Stop it. Stop it, I say. ജയകൃഷ്ണ, ജയകൃഷ്ണൻ പറഞ്ഞ ഉത്തരം ജയകൃഷ്ണൻ പറഞ്ഞ താജ്മഹലിന്റെ ഉയരം 243 അടിയാണ്. കുത്തബ് മിനാറിന്റെ ഉയരം താജ്മഹലിനേക്കാൾ
5 അടി കുറവാണ്. ജയകൃഷ്ണൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഈ കോടിപതി പരിപാടിയുടെ ആദ്യത്തെ കോടിപതിയായി മാറിയിരിക്കുകയാണ് ഈ ജയകൃഷ്ണൻ. Well done, ജയകൃഷ്ണൻ. Well done. I am proud of you. ഏത് പ്രതികൂല സാഹചര്യത്തിലും ആത്മവിശ്വാസം കൈവടിയാതെ ആത്മധൈര്യത്തോട് പൊരുതുന്ന മലയാളിയുടെ വിജയമാണിത്. ജയകൃഷ്ണന്റെ വിജയമാണിത്. കോടിപതിയുടെ വിജയമാണിത്. ഒന്മൻ സൂര്യയുടെ വിജയമാണിത്. കറക്റ്റാ, കറക്റ്റാ.